എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെ നമ്മൾക്ക് കറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫോർമുല മിൽക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. പലർക്കും പല ഡൗട്ടായിരിക്കും അല്ലേ. ഇപ്പം ന്യൂ ബോൺസിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണല്ലേ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. 100 ഡിഗ്രിയിൽ വെള്ളം തിളപ്പിക്കുക, നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. ഇപ്പോൾ കെറ്റിലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് കട്ടാവുന്നത് വരെ തിളപ്പിക്കുക. അതിനുശേഷം കൈ നല്ല വൃത്തിയായിട്ട് കഴുകുക. പിന്നെ നമ്മളെടുക്കുന്ന ഫോർമുല മിൽക്കിൻ്റെ ഏത് ബ്രാൻഡാണോ അതിൻ്റെ പാക്കറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. മിക്കവാറും ഒരു സ്കൂപ്പ് 30 ml വെള്ളത്തിൽ കലക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ കൈ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഈ തിളപ്പിച്ച വെള്ളം ഒരു അരമണിക്കൂർ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കുക. അപ്പോൾ അത് 70 ഡിഗ്രിയിലോട്ടാവും. അപ്പോൾ 70 ഡിഗ്രി സെൽഷ്യസ് വേണം നമ്മൾ ഈ ഫോർമുല കലക്കാനായിട്ട്. ഒരുപാട് ചൂടി കലക്കി കഴിഞ്ഞാൽ അതിനകത്തിലെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയാണോ പറഞ്ഞു തന്നത് അതുപോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. 70 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം എന്ന് വെച്ചാൽ വെള്ളം നല്ല നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ കൂൾ ഡൗൺ ചെയ്യാനായിട്ട് വെക്കുക. ആ ചൂടിൽ വേണം നമ്മൾ ഫോർമുല കലക്കാനായിട്ട്. അപ്പം 30 ml വെള്ളത്തിന് ഒരു സ്കൂപ്പ് പൊടി, ഇങ്ങനെയാണ് കണക്കിൽ പോകുന്നത്. അപ്പം അത് നന്നായിട്ട് കുപ്പി വാഷ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക. അതിനുശേഷം ഒരു ഗ്ലാസ്സിലോട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ പ്ലാസ്റ്റിക് തന്നെ കൂടുതൽ ചൂടിങ്ങനെ എടുക്കുന്നതിനെക്കാട്ടിലും അതെൻ്റെ ഒരു സജഷനാണ്. നമ്മൾ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് നമ്മൾ വെള്ളം അളന്ന് ഒഴിക്കുക, 30 ml ഒഴിക്കുക, ഒരു സ്കൂപ്പ് ഇടുക, കലക്കുക. ഒരുപാടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആറിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താലും അതിനകത്തിലെ ഘടനകൾക്കൊക്കെ വ്യത്യാസം വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്തിലെ കറക്റ്റ് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയത്തില്ല, പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ്, ജനറൽ നഴ്സിംഗ് സ്റ്റുഡൻ്റാണെന്ന്, ആ കുട്ടി വന്നിട്ട് ഇതുപോലെ എനിക്ക് പറഞ്ഞു തരികയാണ്, ഇതിങ്ങനെയാണ് കലക്കുന്നത്, 30 ml വെള്ളത്തിൽ കലക്കണം, എല്ലാം പറഞ്ഞു തന്നു. പക്ഷേ ആ കുട്ടി കാണിച്ച ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സ്കൂപ്പ് എടുത്ത് നമ്മുടെ ഫോർമുല ഒരു സ്കൂപ്പ് എടുത്തിട്ട് കൈ കൊണ്ടത് ലെവൽ ചെയ്തു. അപ്പം എന്തുമാത്രം അറിവാണ് ആ കുട്ടിക്ക് ഉള്ളതെന്നാണ് ഞാൻ ആലോചിച്ചത്. എൻ്റെ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, പറ അങ്ങനെ ചെയ്യരുത്. പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ, കഷ്ടമല്ല. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ അവിടെ പ്രതികരിച്ചില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ പറയാം. പിന്നെ ആ കുട്ടി ഞങ്ങളുടെ റൂമിൽ വന്നിട്ടില്ല, എന്താണെന്നറിയത്തില്ല. പക്ഷെ പറയാനുള്ള കാര്യം നമ്മൾ അപ്പം തന്നെ പറയണമെന്ന് പറയുന്ന ഇതാണ്. ആ കുട്ടിയോട് അത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം പറ്റിയില്ലെങ്കിലും പിന്നെ പറയണമെന്ന് തോന്നിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഞാൻ അതുപോലെ ഉപയോഗിക്കുന്ന കുപ്പി എന്ന് പറയുന്നത് ഫിലിപ്സ് അവൻറ്റിൻ്റെ ഈ വൈറ്റ് നെക്കായിട്ടുള്ള കുപ്പിയാണ്. ഇത് നല്ല കുപ്പിയാണ്. ഇത് കുടിച്ചതിന് ശേഷം നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് വേണ്ടാതെ വരുമൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക്. അവർക്ക് അതുപോലെ തന്നെ തോന്നും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഫോർഡബിൾ ആണെങ്കിൽ ഈ കുപ്പി വാങ്ങിക്കുക കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.